ഹായ്. ഇപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സ് സിസ്റ്റം ആണ്, ടാക്സേഷൻ. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. നോർമലി നമ്മുടെ ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, നമ്മുടെ ടാക്സ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ടാക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ടാക്സും ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്നത് പ്യുവർലി ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഇപ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് ആണ് ഇപ്പോഴും നമുക്ക് നിലവിലുള്ളത്. അതിനകത്തുള്ള പ്രൊവിഷൻസിന്റെ ബേസിലും പ്ലസ് ഓരോ വർഷവും ഫിനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ബിൽ അഥവാ ബഡ്ജറ്റിന്റെ ബേസിനകത്ത് വരുന്ന അപ്ഡേഷൻസും കൂടെ വെച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ വർഷത്തെയും ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്യൂർലി ഇൻകം ബേസ്ഡ് ആണ്, ഇൻകം ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ കൺസംഷൻ ബേസ്ഡ് ആണ്. കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇപ്പൊ നിലവിലുള്ള ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും ആൻഡ് കസ്റ്റംസും ആണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സസ് നിലവിലുണ്ടായിരുന്നു. അതെല്ലാം അബോളിഷ് ചെയ്തുകൊണ്ട് 2017 GST വന്നിട്ടുണ്ട്. ജൂലൈ 1, 2017 GST വന്നു. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് GSTയും കസ്റ്റംസും ആണ്. നിലവിലുള്ള ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇതിനെ ഡയറക്റ്റ് ടാക്സ് എന്നും എന്തുകൊണ്ട് ഇതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈ ഇറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സ്, വൈ ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകം ആരാണോ ജനറേറ്റ് ചെയ്യുന്നത് അദ്ദേഹം തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു കേസിൽ. ഇപ്പൊ എക്സാമ്പിൾ, നിതിൻ ഷെയർ എന്ന് പറയുന്ന അസോസിയായ ഞാനാണ് ഇപ്പൊ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഡയറക്ട്ലി കളക്ടഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം മീ ആണ്. ഓക്കെ, അത് ഡയറക്റ്റ് ടാക്സിന്റെ കേസ്. പക്ഷേ സിറ്റുവേഷൻ ഇപ്പം ഇവിടെ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് ഞാൻ ഇവിടെ എഴുതിയായിരുന്നു. അപ്പൊ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് ടാക്സിന്റെ സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സെല്ലറാണ്. ഇപ്പൊ ഒരു സെല്ലർ എന്ന നിലയിൽ ഞാനാണ് സ്വാഭാവികമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്റെ കയ്യിൽ നിന്നല്ല എന്ത് ചെയ്യുന്നത്, ടാക്സ് കളക്ട് ചെയ്യുന്നത്. അൾട്ടിമേറ്റ് കൺസ്യൂമർ ആരാണോ ആ കൺസ്യൂമറുടെ കയ്യിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ടാക്സിന്റെ പോർഷൻ കളക്ട് ചെയ്ത് ഗവൺമെന്റിന്റെ കയ്യിൽ പോകുന്നത്. അപ്പോൾ നോർമലി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഇൻകം ബേസ്ഡ് അല്ല ഇവിടെ ടാക്സ്. ഡയറക്റ്റ് ടാക്സിൽ വരുമ്പോൾ ഇൻകം ടാക്സ് ഇൻകം ബേസ്ഡ് ടാക്സ് ആണ്. ആർക്കാണോ ഇൻകം വരുന്നത് ആ അസസി ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ GST ആൻഡ് കസ്റ്റംസിനകത്ത് വരുന്നത് കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ആരാണോ കൺസ്യൂമർ, ഹി വിൽ ബി ലൈബിൾ ടു പേ ടാക്സ് ടു ദ ഗവൺമെന്റ്. ആ ഒരു മീൻസിലാണ് പോകുന്നത്. ലൈബിൾ ടു പേ അല്ല, ലൈബിൾ ടു ബിയർ ദ ടാക്സ് ബർഡൻ. ഓക്കെ, ഈ സിറ്റുവേഷനിലാണ് പോകുന്നത്. ഇതിന്റെ നോർമൽ ഡിഫറൻസ് ആണ്. ഇത് ഇൻകം ബേസ്ഡ് ആണ്, ഇത് ഇൻകം ബേസ്ഡ് ആണ്, ഇത് കൺസംഷൻ ബേസ്ഡ് ആണ്. അതിന്റെ നോർമൽ ഡിഫറൻസ് ആണ്. ഇത് നമുക്കിനി പറയാവുന്നത്, ഇതിന് രണ്ടിനും രണ്ട് റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സിന്റെ റെഗുലേറ്ററി എന്ന് പറയുന്നത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഇൻകം ടാക്സിന്റെ ഫുൾ കാര്യങ്ങളും നോക്കി നടത്തുന്നതും അതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്യുന്നതും അതിന്റെ കളക്ഷന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന അതോറിറ്റിയാണ്. അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം CBIC എന്ന് പറയും. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ, ഇവിടെ CBDT, ഇവിടെ CBIC. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇൻകം ബേസ്ഡ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്, വൈ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ടാക്സ്, വൈ ഇറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഞാൻ പറഞ്ഞായിരുന്നു. ദെൻ പറയുന്നത് ഇൻകം ബേസ്ഡ് ടാക്സ് ആണ് എന്ന് പറഞ്ഞ് സെക്കൻഡ് ഡിഫറൻസ് ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് ടാക്സ് ഇൻകം ബേസ്ഡ് ടാക്സ് ആണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ദെൻ അടുത്ത് വരുന്നത് CBDT. നമുക്കിവിടെ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന്റെ ഫ്രെയിം കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സിന്റെ സിറ്റുവേഷനിൽ അത് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് CBIC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്ന അതോറിറ്റിയാണ്.
ദെൻ നമുക്കിനി വരുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഇൻ നാച്ചർ ആണ്. പ്രോഗ്രസീവ് ഇൻ നാച്ചർ ആണ് ഡയറക്റ്റ് ടാക്സ്. ദെൻ റിഗ്രസീവ് ഇൻ നാച്ചർ ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രോഗ്രസീവ് ഇൻ നാച്ചർ കമന്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ട് ഒരു നോർമലി ഒരു 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് പ്രോഗ്രസീവ് ഇൻ നാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എക്സ് എന്ന് പറയുന്ന ഒരു അസസി, വൈ എന്ന് പറയുന്ന ഒരു അസസി. ഓക്കെ, എക്സും വൈയും രണ്ട് അസസിയാണ്. അസസിയുടെ എക്സ് എന്ന് പറയുന്ന അസസിയുടെ ഇൻകോ എന്ന് പറയുന്നത് ഒരു 10 lakhs ആണ്. വൈ എന്ന് പറയുന്ന അസസിയുടെ ഇൻകോ എന്ന് പറയുന്നത് ഒരു 15 lakhs ആണ്. ഓക്കെ, ഇവരുടെ ടാക്സ് എന്ന് പറയുന്നത് 10 lakh rupees ഇൻകം ഉള്ള ഒരു അസസി അടയ്ക്കുന്ന ടാക്സ് എക്സാമ്പിൾ 1 lakh rupees ആണ് എക്സാമ്പിൾ. പക്ഷേ 15 lakh ഇൻകം ഉള്ള വൈ എന്ന് പറയുന്ന അസസി അടയ്ക്കുന്നത് 1.5 lakhs ആണ്. അപ്പോൾ നോർമലി ഇൻകവും ടാക്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇവിടെ പ്രോഗ്രസീവ് ഇൻ നാച്ചർ ആണ്. ബിക്കോസ് ഇൻകം കൂടിയപ്പോൾ അതേപോലെ എന്ത് കൂടി, ടാക്സ് ലൈബിലിറ്റിയും കൂടി. എക്സിന് 10 ലക്ഷം രൂപ ഇൻകം ഉള്ളൂ, അപ്പോൾ 1 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ടി വന്നുള്ളൂ. ദെൻ വൈക്ക് 15 ലക്ഷം രൂപ ഇൻകം ഉണ്ട്, അപ്പോൾ 1,50,000 രൂപ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ടാക്സ് ലൈബിലിറ്റി ജനറേറ്റ് ചെയ്തു. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇൻകം കൂടിയപ്പോൾ എന്തും കൂടി, ടാക്സ് ലൈബിലിറ്റിയും കൂടി. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സിനെ അല്ലെങ്കിൽ ഇൻകം ടാക്സിനെ പ്രോഗ്രസീവ് ഇൻ നാച്ചർ എന്ന് പറയുന്നത്. റെഗ്രസീവ് ഇൻ നാച്ചർ എന്ന് പറയുമ്പോൾ ഈ നമ്മളിത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിനകത്തുള്ള എക്സ് എന്ന് പറയുന്ന അസസിയും വൈ എന്ന് പറയുന്ന അസസിയും ഒരു ഷോപ്പിൽ പോവാം. ഓക്കെ, ഒരു എക്സ് എന്ന് പറയുന്ന അസസിക്ക് 10 lakh rupees ഇൻകം ഉണ്ട്, വൈ എന്ന് പറയുന്ന അസസിക്ക് 15 lakh rupees ഇൻകം ഉണ്ട്. ഓക്കെ, ഇവർ രണ്ടുപേരും ഷോപ്പിൽ പോയിട്ട് എക്സാമ്പിൾ ഈ ഒരു പെൻ പർച്ചേസ് ചെയ്യാം. 25 rupees ആണ് ഈ പെന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20 rupees 25 ആണ്. അപ്പൊ ഈ 25 rupeesന് ഈ പെൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻക്ലൂസീവ് ഓഫ് ടാക്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോർമലി എക്സ് ഈ പെൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 25 rupees പേ ചെയ്യുന്നുള്ളൂ, വൈ ഈ പെൻ പർച്ചേസ് ചെയ്താൽ 25 rupees പേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നോർമലി ഇതിനകത്ത് ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു GST കൺസംഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ ഒരു GST പാർട്ട് ഉണ്ട് ഇതിനായിരിക്കും. എത്ര ഒരു സർട്ടൻ പെർസെന്റേജിന്റെ ബേസിലായിരിക്കും GST ഇതിനകത്ത് ഇമ്പോസ് ചെയ്യുക. ഈ ഇമ്പോസ് ചെയ്ത GST എക്സ് അടച്ചു കഴിഞ്ഞാൽ വൈ അടച്ചു കഴിഞ്ഞാൽ അത് സെയിം എമൗണ്ട് ആയിരിക്കും. അപ്പൊ ഇൻകവും അടയ്ക്കുന്ന ടാക്സുമായിട്ട് എന്തില്ല, ഒരു റിലേഷൻ ഇല്ല. അപ്പോൾ ആ ഒരു റിലേഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് റെഗ്രസീവ് നാച്ചർ എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് നാച്ചർ ആണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് റെഗ്രസീവ് നാച്ചർ ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഇൻകം ടാക്സിന്റെ കുറച്ച് കൺസെപ്റ്റ്സ് പഠിക്കും. ഇൻകം ടാക്സിലെ നമുക്ക് കോമൺലി ഫസ്റ്റ് പഠിക്കാനുള്ളത് ആരാണ് അസസി. ഓക്കെ, who is assessing? Then what is assessment year? What is previous year? Okay, then what is gross total income, GTA? Then what is total income, TA? Okay, അപ്പോൾ നമുക്ക് ഈ ഒരു നോർമലി ഈ 5 കോൺസെപ്റ്റ്സിനെ പറ്റി പറയാം. 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹു ഈസ് അസസി. ഓക്കെ, ആരാണ് അസസി? ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്, IT ആക്ട് എന്ന് പറയാം, ഇൻകം ടാക്സ് ആക്ട് ആണ്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ആരാണോ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആക്ട് 1961 ബേസിൽ ടാക്സ് ലൈബിലിറ്റി ഉണ്ടാവുന്നതോ, മീൻസ് ടാക്സ് അടയ്ക്കേണ്ട സിറ്റുവേഷൻ മീറ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്തെങ്കിലും ഒരു പെനാലിറ്റി അടയ്ക്കേണ്ട സിറ്റുവേഷൻ വരുന്ന ആളെയോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് പ്രകാരം ഒരു ഇൻട്രസ്റ്റ് ഗവൺമെന്റിന് പേ ചെയ്യേണ്ട ആളെയോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻകം അസിസ്റ്റ് ആവേണ്ട
അസസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന ഒരാളെയോ, ഇപ്പോൾ എന്റെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എനിക്ക് ഇൻകം ഉണ്ടെങ്കിൽ എന്റെ ഇൻകം എന്താ ഇറ്റ് ഷുഡ് ബി അസസ്ഡ്. അപ്പൊ ഞാൻ ആരെയോടെ അസസ് ചെയ്യായി. ഇൻ കേസ് ഞാൻ എന്റെ ഇൻകം അസസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു സ്ലാബ് റേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ ഞാൻ ടാക്സ് ഒന്നും ഗവൺമെന്റിന് കൊടുക്കേണ്ടി ഉണ്ടാവത്തില്ല. അതിൽ എക്സസ് ആയിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഗവൺമെന്റിന് ഇൻകം ടാക്സ് പേയ്മെന്റ് നടത്തേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഇൻകം അസസ് ചെയ്യും, ഞാൻ ഗവൺമെന്റ് ടാക്സ് അടയ്ക്കും. സമയത്ത് ഞാൻ കൃത്യമായി അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, അതിന് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. ഇല്ല ഞാൻ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻസ് എൻ്റെ ഒരു പ്രൊസീജിയറൽ ആസ്പെക്ട്സിൽ ഞാൻ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ എന്തെന്ന് പറയാം, അസസ് എന്ന് പറയാം. ഓക്കെ, വൺസ് അഗൈൻ അസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961 ആരാണോ ടാക്സ് അടയ്ക്കേണ്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പെനാൽറ്റി അടയ്ക്കാനോ ഇൻട്രസ്റ്റ് അടയ്ക്കാനോ ഇൻകം അസസ് ചെയ്യാനോ ആരാണോ ലൈബിൾ ആകുന്നത് അയാളെയാണ് എന്തെന്ന് പറയുന്നത്, അസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ള സിമ്പിൾ കൺസെപ്റ്റ്. ദെൻ അസസ്. ഓക്കെ, ദെൻ അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയർ പറയുമ്പോൾ നമുക്ക് ഈ അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും ഒരുമിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഒരു അസസ് ആരാ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് അസസ്മെന്റ് ഇയർ. ഞാനിപ്പോ ഇവിടെ പറയുകയാണ്, നമ്മൾ ഇവിടുത്തെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 2020-21 ആണെന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019-20 ഞാൻ പറയുന്നു. ഓക്കെ, ഞാൻ അവിടെ നോട്ട് ചെയ്തു. എന്തുകൊണ്ട് ഇത് പ്രീവിയസ് ഇയർ ആയി, എന്തുകൊണ്ട് ഇത് അസസ്മെന്റ് ഇയർ ആയി എന്നാണ് നമ്മൾ ഇവിടെ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും അസസ്മെന്റ് ഇയർ, എന്താണ് പ്രീവിയസ് ഇയർ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 1st April 2019 to 31st March 2020 വരെ ഉള്ള 12 months പീരീഡിലെ ഒരു അസസ്സിയുടെ ഇൻകം അസസ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയർ ആയ 1st April 2019 സോറി 1st April 2020 to 31st March 2021 വരെയുള്ള പർട്ടിക്കുലർ പീരീഡ് ആയ 12 monthsലാണ്. ഓക്കെ, ഒരു അസസിക്ക് പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകം അസസ് ചെയ്യുന്നത് തൊട്ടടുത്ത അസസ്മെന്റ് ഇയറിലായിരിക്കും. എപ്പോഴാണോ ഒരു വർഷത്തെ ഇൻകം അസസ് ചെയ്യുന്നത്, ആ അസസ് ചെയ്യുന്ന പീരീഡിനെ നമുക്ക് അസസ്മെന്റ് ഇയർ എന്ന് പറയാം. ഏത് വർഷത്തെ ഇൻകം ആണോ അസസ് ചെയ്യുന്നത് ആ വർഷത്തെ നമുക്ക് പ്രീവിയസ് ഇയർ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 2019-20 അസസ് ചെയ്യാൻ നിതിൻ ശേഖർ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഇൻകം അസസ് ചെയ്യണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷത്തിലായിരിക്കണം. ആ തൊട്ടടുത്ത വർഷമാണ് എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ് ചെയ്യുന്നത്. അപ്പം ഏത് വർഷത്തെ ഇൻകം ആണോ അസസ് ചെയ്യുന്നത് അതിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയാം. ദെൻ ഏത് സമയത്താണോ അസസ് ചെയ്യുന്നത് ആ ഒരു പീരീഡിന് നമുക്ക് അസസ്മെന്റ് ഇയർ എന്ന് പറയാം. ഓക്കെ, അതാണ് അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഈ പ്രീവിയസ് ഇയറിന് ബാക്കിലോട്ടുള്ള കുറെ ഇയേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ 2019-20 അതിന്റെ ബാക്കിൽ 2018-19, ദെൻ 2018-19, 2017-18, 2016-17 ഇതിനെയൊക്കെ നമുക്ക് റെലവന്റ് പ്രീവിയസ് ഇയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ 3 കൺസെപ്റ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, റെലവന്റ് പ്രീവിയസ് ഇയേഴ്സ്. അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഏത് വർഷത്തിലാണോ ഒരു വർഷത്തെ ഇൻകം അസസ് ചെയ്യുന്നത്, അസസ് ചെയ്യുന്ന പീരീഡ്, ഇപ്പൊ ഇന്നാണ് അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് അസസ്മെന്റ് ഡേ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഇയറിലാണ് ഞാൻ അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അസസ്മെന്റ് ഇയർ എന്ന് പറയാം. കഴിഞ്ഞ വർഷത്തെ ഇൻകം ഞാൻ അസസ് ചെയ്യുന്നത് ആ ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ, ഇന്നൊരു ദിവസത്തെ എക്സ് എന്ന് പറയുന്ന ഒരാളുടെ ഇൻകം, ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ആളുടെ പെർ ഡേ ഇൻകം അറിയണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ എർലി മോർണിംഗ് തുടങ്ങി എർലി നൈറ്റ് വരെയുള്ള പീരീഡ്. ഓക്കെ, 24 hours എക്സ് എന്ന് പറയുന്ന ആളുടെ ഒരു ദിവസത്തെ ഇൻകം നമുക്ക് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു ദിവസം കഴിയണം. ഓക്കെ, 24 hours കഴിഞ്ഞാലേ ആ 20 തൊട്ട് മുന്നേ ഉള്ള 24 hours ഇൻകം എത്രയുണ്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു 24 hours നമുക്ക് എന്തെന്ന് പറയാം, പ്രീവിയസ് ഡേ എന്ന് പറയാം. അസസ് ചെയ്യുന്ന 24 hours നമുക്ക് അസസ്മെന്റ് ഡേ എന്ന് പറയാം. ഈ ഡേയുടെ കൺസെപ്റ്റിനെ ഇയറിലോട്ട് ആക്കിയാൽ മതി, പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ ആയി. അപ്പൊ ഇവിടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു 1 day 24 hours എന്ന് പറയുന്നതാണ്. ഞാൻ ഇവിടെ 12 months പ്രീവിയസ് ഇയർ, 365 days.
ഈ 365 ഡേയ്സിന്റെ എക്സ് എന്ന് പറയുന്ന ഒരു അസസിയുടെ ഇൻകം അസസ് ചെയ്യുന്നത് തൊട്ടടുത്ത വർഷമായിരിക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് 365 ഡേയ്സിന് ഞാൻ പ്രീവിയസ് ഇയർ PY എന്ന് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തു. അസസ് ചെയ്യുന്ന പീരീഡിന് ഞാൻ എന്ത് ചെയ്തു, അസസ്മെന്റ് ഇയർ എന്ന് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തു. ഈ പ്രീവിയസ് ഇയറിന്റെ ബാക്കിലോട്ടുള്ള ഇയേഴ്സിനാണ് ഞാൻ എന്തെന്ന് പറയുന്നത് റെലവന്റ് പ്രീവിയസ് ഇയേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇതാണ് അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, റെലവന്റ് പ്രീവിയസ് ഇയർ അസസി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ക്ലിയർ ആയിരിക്കണം. ദെൻ അടുത്ത് വരുന്നത് നമുക്കിപ്പോൾ നിലവിലുള്ള അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് അതാണ് ഞാൻ ഇവിടെ എഴുതിയത് 2020-21. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019-20 ആണ്. 2019-20 ഇൻകം ആണ് അസസ്മെന്റ് ഇയർ ആയ 2020-21 നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം. ബിഫോർ ദാറ്റ് നമുക്ക് ഹെഡ്സ് ഓഫ് ഇൻകം. ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ടത് ഒരു അസസിയുടെ എക്സ് എന്ന് പറയുന്ന ഒരു അസസിക്ക് 5 സോഴ്സിൽ കൂടെയാണ് ഇവിടെ ഇൻകം കാണിക്കാൻ പറ്റുന്നത് ഇൻകം ടാക്സ് പർപ്പസിൽ. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് അസസിയുടെ ഇൻകം ഫ്രം സാലറി, ടോട്ടൽ ഇൻകം ഫ്രം സാലറി. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. Then income from house property, then income from profit and gain of business or profession. Okay, income from house property, income from profit and gain of business or profession. Income from capital gain. Then fifth, income from other source. ഓക്കെ, നമുക്കിനി വൺ ബൈ വൺ ആയിട്ട് പറയാം. ഇൻകം ഫ്രം സാലറി, ഇവിടെ അസസി എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അസസിക്ക് സാലറി ഇൻകം ഉണ്ടോ എന്ന് നോക്കണം. അസസിക്ക് സാലറി ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമലി അസസി ഒരു എംപ്ലോയി ആയിരിക്കും. എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഇൻകം ഫ്രം സാലറി. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, മേ ബി അസസിക്ക് എന്തുണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, വീടുണ്ടായിരിക്കും, ഹൗസസ് ഉണ്ടായിരിക്കും. അത് എന്തെങ്കിലും ലെറ്റ് ഔട്ട് ചെയ്യും. അപ്പൊ നോർമലി ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് എന്ന് പറയുന്ന റെന്റൽ ഇൻകം ആണ്. ആ റെന്റൽ ഇൻകത്തിന് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് ട്രീറ്റ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് അസസിക്ക് എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ടായിരിക്കും. ആ ബിസിനസ് ഇൻകത്തിന് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകത്തിനാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തെ ഹെഡായ ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ നമുക്ക് വേണ്ടത് നാലാമത്തെ ഹെഡായ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് സെല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ പ്രോഫിറ്റിനാണ് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഒരു ലാൻഡ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഒരു 10 lakh rupees പർച്ചേസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഒരു 15 lakh rupees നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും റീസെയിൽ ചെയ്യാണ്. റീസെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു 5 lakh rupees നമുക്ക് എന്തുകൊണ്ടും ക്യാപിറ്റൽ അസറ്റ് ആയ ലാൻഡ് വിൽക്കുമ്പോൾ കിട്ടുന്ന അഡീഷണൽ പ്രോഫിറ്റ് ആണ്. അത് അവിടുത്തെ ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ലാൻഡ് സെയിലാണ്. ഓക്കെ, അപ്പം ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന നമ്മൾ എക്സ്ട്രാ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനാണ് എന്തെന്ന് പറയുന്നത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ദെൻ ഈ 4 ഹെഡിലും ഉൾക്കൊള്ളാത്ത കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ക്യാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ലോട്ടറി നമ്മൾ വിൻ ചെയ്യുന്നു. ലോട്ടറി വിൻ ചെയ്ത് ഒരു 1 crore rupees നമുക്ക് ലോട്ടറി വിൻ ചെയ്തു. ലോട്ടറി വിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അത് സാലറി ഇൻകം അല്ല, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അല്ല, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ല, ക്യാപിറ്റൽ ഗെയിൻ അല്ല. അപ്പൊ ഈ 4 അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഇതിന് ടാക്സ് എന്താണെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ഫ്രം അതർ സോഴ്സസിനകത്ത് കാണിക്കും. ഓക്കെ, അത് പോരാഞ്ഞിട്ട് നമുക്കിപ്പം ബാങ്കിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് സാലറി അല്ല, ഹൗസ് പ്രോപ്പർട്ടി അല്ല, PGBP അല്ല, ക്യാപിറ്റൽ ഗെയിൻ അല്ല. നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് നിന്നൊക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് എന്താണെങ്കിലും ടാക്സ് കൊടുക്കണം. അപ്പൊ ടാക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിനകത്താണ്. നമുക്ക് ആ ഇൻട്രസ്റ്റ് പാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അതിന് ഗിഫ്റ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റിനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിനകത്തൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ IFOS എന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് IFOS എന്ന് പറയും, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, അപ്പൊ ഇൻകം ഫ്രം അതർ സോഴ്സസിനകത്ത് നമ്മൾ കൊണ്ട് ആഡ് ചെയ്യും. അങ്ങനെ അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സാലറി പ്ലസ് ഹൗസ് പ്രോപ്പർട്ടി പ്ലസ് PGBP പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ പ്ലസ് IFOS, ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇത്രയും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഗ്രോസ്
ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ദെൻ നമുക്ക് ടോട്ടൽ ഇൻകം എന്താന്ന് നമുക്ക് പറയാം. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും സെക്ഷൻ ചാപ്റ്റർ 6 80C to 80U ഡിഡക്ഷൻസ് ഉണ്ട്. 80C to 80U ഡിഡക്ഷൻസ് നമുക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 5 ഹെഡ്സിലെയും ഇൻകം ആഡ് ചെയ്ത് ടോട്ടൽ എടുക്കുന്നതിനാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം, GTI. ദെൻ നമുക്ക് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് ടോട്ടൽ ഇൻകം അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ടാക്സബിൾ ഇൻകം. ഈ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും എന്ത് ചെയ്യണം? 80C to 80U സർട്ടൻ ഡിഡക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ലേറ്റർ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 80C to 80U ഡിഡക്ഷൻസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം ആണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകത്തിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഈ ഇൻകത്തിന്റെ ബേസിലായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ടാക്സ് ലയബിലിറ്റി എത്രയാണോ അത്ര എമൗണ്ട് നമ്മൾ ഗവൺമെന്റിന് പേയ്മെന്റ് നടത്തേണ്ടി വരും. ഇതാണ് അപ്പോൾ നോർമലി ഇൻകം ടാക്സിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്രയും കൺസെപ്റ്റ്സ് നമ്മൾ ക്ലിയർ ആയി നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം അസസ്സി, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, റിലവന്റ് പ്രീവിയസ് ഇയർ, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ്, ഹെഡ്സ് ഓഫ് ഇൻകം, ഇത്ര ഏരിയയാണ് എന്ത് ചെയ്തത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹെഡ്സ് ഓഫ് ഇൻകം, ഡിഡക്ഷൻസ്, റെലവന്റ് പ്രീവിയസ് ഇയേഴ്സ്. ഓക്കെ, ഇത്ര ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതാണ് ഇതിന്റെ നോർമൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.